ഇന്ത്യയിലെ മണ്ണിനങ്ങളുമായി ബന്ധപ്പെട്ട അവസാനത്തെ ക്ലാസ്സാണിത്. അതായത് ചെങ്കൽ മണ്ണ്, വരണ്ട മണ്ണ്, പീറ്റു മണ്ണ്, പർവ്വത മണ്ണ്, ലവണ മണ്ണ്. ഈ മണ്ണുകളെ കുറിച്ചായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മണ്ണിൻ്റെ കുറേ കാര്യങ്ങൾ, നമ്മളിപ്പോൾ ആദ്യത്തെ ക്ലാസ്സിലാണെങ്കിലും മണ്ണിൻ്റെ കുറച്ച് ബേസ് കാര്യങ്ങൾ, ഇൻട്രോ കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിലെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. അതിന് 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എക്കൽ മണ്ണിനെക്കുറിച്ചും ചുവന്ന മണ്ണിനെക്കുറിച്ചും കറുത്ത മണ്ണിനെക്കുറിച്ചും. ആ കാര്യങ്ങളും SCERT ബേസ്ഡ് തന്നെയാണ്. ഈ ക്ലാസ് ഉൾപ്പെടെ മുഴുവനും SCERT ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ മണ്ണെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് എന്ത് തന്നെയാണ്? SCERT തന്നെയാണ്. +1 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ 5, 6, 7 അതുമുതൽ നമ്മുടെ +1 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ് കാണാത്തവർ, കഴിഞ്ഞ 2 ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് മേളിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്ത് ആ ക്ലാസ്സുകൾ കാണുക. ആ 2 ക്ലാസ്സും കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, 1ാമത്തെ 2ാമത്തെ ക്ലാസ്സിൻ്റെ. ആ 2 ക്ലാസ്സും കാണുക, അതിനുശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് വരിക. ഞാൻ അഭിരാം. ഏവർക്കും സ്വാഗതം ഡിസിയർ PSCയിലേക്ക്, ദ കംപ്ലീറ്റ് PSC യൂട്യൂബ് ചാനൽ. അപ്പോൾ നോക്കി, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന മണ്ണിനം ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ശിലകൾ പൊടിഞ്ഞാണ് മണ്ണ് രൂപം കൊള്ളുന്നത് ഞാൻ പറഞ്ഞു. ആ പൊടിയുന്നതിന് പറയുന്ന പേരാണ് അപക്ഷയം എന്ന് പറയുന്നത്. അപ്പോൾ ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്നത് കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച്. ശിലയുടെ പേരെന്താണ്? കായാന്തരിത ശിലകൾ. കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്നത്. ചെങ്കൽ മണ്ണെന്ന് പറഞ്ഞാൽ ലാറ്ററൈറ്റ് സോയിൽ. ഓർമ്മിച്ചോണം, ചെങ്കൽ, നമ്മളിപ്പോൾ ചെങ്കൽ എന്ന് എഴുതുമ്പോൾ ഈ ഇല്ലുണ്ടല്ലോ, ഇല്ലിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇംഗ്ലീഷ് ലെറ്റർ L ആയിട്ട് എഴുതി കൂടെ? ചെങ്കൽ, ചെങ്കൽ. അപ്പോൾ ചെങ്കൽ എന്ന് പറഞ്ഞാൽ ലാറ്ററൈറ്റ്. ആ എല്ല് പിടിച്ചങ്ങ് തുടങ്ങിക്കോണം, ലാറ്ററൈറ്റ് സോയിൽ. അപ്പോൾ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണാണ് ഇത്, ചെങ്കൽ മണ്ണ്. ശ്രദ്ധിച്ചോ, ഈ കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ശിലകൾ എന്ന് പറയുന്നത് മണ്ണല്ലല്ലോ, ശിലകൾ. കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ, കായാന്തരിത ശിലകൾ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശിലകൾ ഉള്ളത് ഈ കായാന്തരിത ശിലകൾ ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണും ഏതായിരിക്കും? ചെങ്കൽ മണ്ണായിരിക്കും അല്ലേ? കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് എന്ത് മണ്ണ് രൂപം കൊള്ളുന്നത്? ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകളായതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് മണ്ണാണ്? ഈ ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിലാണ്. ക്ലിയർ ആണ്? നോക്കിയോ, ലാറ്ററൈറ്റ് എന്ന പദം ലേറ്റർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. കേട്ടോ, ലാറ്ററൈറ്റ് എന്ന പദം ലേറ്റർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. കൂടെ പറഞ്ഞു നോക്കണം, കൂടെ പറയാൻ വേണ്ടി ശ്രമിക്കണം. ലാറ്ററൈറ്റ് എന്ന പദം ലേറ്റർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. ഈ ലേറ്റർ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താ? ലേറ്റർ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, പിന്നീട് എന്നുള്ള മീനിങ് അല്ലേ? ഇതല്ല. ലേറ്റർ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചോദിച്ചാൽ കല്ല് എന്നാണ് മീനിങ്. കല്ല് അല്ലെങ്കിൽ ശിലകളെന്നോ പാറകളെന്നൊക്കെ പറയാം. കേട്ടോ, അപ്പോൾ ലാറ്ററൈറ്റ് എന്ന ഇംഗ്ലീഷ് പദം ലേറ്റർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. ലേറ്റർ എന്ന വാക്കിനർത്ഥം കല്ല്. ക്ലിയർ? ഇനി നോക്കി, ഈ ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്നത് എങ്ങനെയുള്ള പ്രദേശങ്ങളിലാണെന്ന് ചോദിച്ചാൽ ഞാൻ 2 ഡെഫിനിഷൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ. ഒന്നാമത്തത്, ഉയർന്ന മഴയും ഇടവിട്ട് ഉഷ്ണവും. പറഞ്ഞേ, ഉയർന്ന മഴയും ഇടവിട്ട് ഉഷ്ണവും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണാണ് ഇത്, ഈ ചെങ്കൽ മണ്ണ്. ഉയർന്ന മഴയും വേണം, ഇടവിട്ട് ഉഷ്ണവും വേണം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും. ഉയർന്ന മഴ എന്ന് പറഞ്ഞാൽ മൺസൂൺ മഴ എന്ന് പറഞ്ഞൂടെ? ഇടവിട്ട് ഉഷ്ണം എന്ന് പറഞ്ഞാൽ ഇടവിട്ട് വേനൽക്കാലം എന്ന് പറഞ്ഞൂടെ? കറക്റ്റാണ്. അപ്പോൾ 2 ഡെഫിനിഷൻ, ഉയർന്ന മഴയും ഇടവിട്ട് ഉഷ്ണവും അല്ലെങ്കിൽ മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണ്. അപ്പോൾ ആ 2 പോയിന്റ് ഓർമ്മിച്ചോണം. ഇവിടുത്തെ കാര്യം എന്താണ്? നമ്മൾ പറഞ്ഞ മഴയുടെ കാര്യവും പറയണം, അതുപോലെ ഉഷ്ണത്തിൻ്റെ കാര്യവും പറയണം. മഴ എന്ന് പറയുമ്പോൾ മൺസൂൺ മഴയുടെ കാര്യം ഓർമ്മിക്കണം, ഉഷ്ണം എന്ന് പറയുമ്പോൾ വേനൽക്കാലത്തിൻ്റെ കാര്യം ഓർമ്മിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രദേശം ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനം ഉണ്ടല്ലോ, ഏതാണ്? നമ്മുടെ കേരളം. കേരളത്തിൽ ഇടയ്ക്ക് മഴയും വരുന്നുണ്ട്, ഇടയ്ക്ക് ഉഷ്ണവും വരുന്നുണ്ട്, വേനൽക്കാലം വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനെ ചോദിച്ചാൽ ചെങ്കൽ മണ്ണ്. ക്ലിയർ അല്ലേ?
കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണാണ് ഇത് ചെങ്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്. 60 മുതൽ 65% വരെ എന്ത് ചെയ്യുന്നുണ്ട്? 60 മുതൽ 65% വരെ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ചോദിച്ചാൽ ഏതാണ്? ഈ ചെങ്കൽ മണ്ണാണ്. അത് കൂടെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 60 മുതൽ 65% വരെ. ലാറ്ററൈറ്റ് എന്ന ഇംഗ്ലീഷ് പദം ലേറ്റർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. ലേറ്റർ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ചോദിച്ചാലോ എന്ത് പറയണം? അതെ, കല്ലാണ്. പിന്നെ നമ്മൾ പറഞ്ഞ 2 സെന്റൻസ് ഓർമ്മിക്കണം. ഉയർന്ന മഴയും ഇടവിട്ട് ഉഷ്ണവും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വേനൽക്കാലം അനുഭവപ്പെടുന്ന പ്രദേശം രൂപം കൊള്ളുന്ന മണ്ണിനമാണ് ഇത് ഈ ചെങ്കൽ മണ്ണ്. ഈ മഴയും ഇടവിട്ട് ഉഷ്ണവും ലഭിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഉഷ്ണമുള്ള സ്ഥലങ്ങളിലാണ് ഈ മണ്ണ് രൂപം കൊള്ളുന്നത്. ഉഷ്ണം, ചൂടുണ്ടെന്ന് ഓർമ്മിക്കാം. നമ്മുടെ ഈ ഉയർന്ന താപനിലയിൽ ബാക്ടീരിയകൾക്ക്, സാധാരണഗതിയിലുള്ള ബാക്ടീരിയകൾക്ക് അതിജീവിക്കാൻ കഴിയുമോ? പറ്റില്ല. ഹൈ ലെവൽ ബാക്ടീരിയയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സാധാരണ കാണപ്പെടുന്ന ബാക്ടീരിയ. ഉയർന്ന താപനിലയിൽ ബാക്ടീരിയകൾക്ക് അതിജീവിക്കാൻ കഴിയാത്തതിനാൽ ഈ മണ്ണിൽ, ഏത് മണ്ണിലാണ്? നമ്മുടെ ഈ ചെങ്കൽ മണ്ണിൽ ജൈവാംശം കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഉയർന്ന താപനിലയിൽ ബാക്ടീരിയകൾക്ക് അതിജീവിക്കാൻ കഴിയാത്തതിനാൽ ചെങ്കൽ മണ്ണിൽ ജൈവാംശം കുറവായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെച്ചോണം. എന്നാൽ ഏറ്റവും ജൈവ സമ്പുഷ്ടമായ മണ്ണിനം, ജൈവാംശം ഏറ്റവും കൂടിയ മണ്ണിനം നമ്മൾ ഇന്ന് പഠിക്കും. ഏത് മണ്ണിനം? പർവ്വത മണ്ണ് കേട്ടോ. അതപ്പോൾ അവിടെ പറഞ്ഞുതരാം. 2-3 പോയിന്റുകളേ ഉള്ളൂ. പർവ്വത മണ്ണിനെ കുറിച്ച് 3 പോയിന്റ് പഠിക്കാനേ ഉള്ളൂ അവിടെ കേട്ടോ. ശരി, നോക്കിയോ. അപ്പോൾ ഇത്രയും കാര്യമൊക്കെയാണ്. നോക്കി, മൺസൂൺ മഴയുടെ ഫലമായിട്ട് ധാരാളം ജലം എന്ത് ചെയ്യും? നമ്മുടെ മണ്ണിലേക്ക് ഊർന്നിറങ്ങും അല്ലേ. മൺസൂൺ മഴയുടെ ഫലമായിട്ട് ധാരാളം ജലം മണ്ണിലേക്ക് ഊർന്നിറങ്ങുകയും, ശ്രദ്ധിച്ചോ, മണ്ണിലടങ്ങിയിരിക്കുന്ന കാൽസ്യം, സിലിക്ക, മണ്ണിലടങ്ങിയിരിക്കുന്ന കാൽസ്യം, സിലിക്ക എന്നിവ മൺസൂൺ മഴയുടെ ഫലമായി ധാരാളം ജലം മണ്ണിലേക്ക് ഊർന്നിറങ്ങുകയും മണ്ണിലടങ്ങിയിരിക്കുന്ന കാൽസ്യം, സിലിക്ക എന്നിവ ജലത്തിൽ ലയിച്ച് എന്ത് ചെയ്യും? ഒലിച്ചു പോവുകയും, ജലത്തിൽ ലയിച്ച് ഒലിച്ചു പോവുകയും ആ മണ്ണിൽ തന്നെ അടങ്ങിയിരിക്കുന്ന അയൺ ഓക്സൈഡും അതുപോലെ അലുമിനിയം സംയുക്തങ്ങൾ, അയൺ ഓക്സൈഡും അലുമിനിയം സംയുക്തങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ മണ്ണിൽ തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? മൺസൂൺ മഴയുടെ ഫലമായിട്ട് എന്തെത്തും? വെള്ളം എത്തും. എവിടെ എത്തും? ഈ മണ്ണിൽ. ആ മണ്ണിൽ എന്തൊക്കെ ഉണ്ട്? കാൽസ്യം ഉണ്ട്, സിലിക്കയുണ്ട്, അയൺ ഓക്സൈഡ് ഉണ്ട്, അലുമിനിയം ഉണ്ട്. കാൽസ്യവും സിലിക്കയും ജലത്തിൽ ലയിച്ച് എന്ത് ചെയ്യും? ഒലിച്ചു പോകും. ബാക്കി എന്ത് ചെയ്യും? അയൺ ഓക്സൈഡും അലുമിനിയം സംയുക്തങ്ങളും ആ മണ്ണിൽ അവശേഷിക്കും. അപ്പോൾ ഈ ഒലിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ടേം പഠിച്ചിട്ടുണ്ട്, ലീച്ചിങ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ലീച്ചിങ് അരിച്ചു മാറ്റുക, അരിച്ചു കളയുക, ഒലിച്ചു പോകുന്നുള്ള ഒരു മീനിങ് അല്ലേ ലീച്ചിങ് എന്ന് പറയുന്നത്. ലീച്ചിങ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഫോം ചെയ്യുന്ന മണ്ണ് ചോദിച്ചാൽ എന്ത് പറയണം? ചെങ്കൽ മണ്ണെന്ന് പറയണം. ലീച്ചിങ്. അപ്പോൾ ലീച്ചിങ് എന്ന് കേൾക്കുമ്പോൾ ആരെ കൂടെ പൊക്കണം? ഈ ലാറ്ററൈറ്റ് മണ്ണിൻ്റെ കൂടെ പൊക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ഇത്രയും പോയിന്റ് ക്ലിയർ അല്ലേ? നോക്കിയോ. ഇനി അടുത്തേ, നമ്മുടെ ഈ ചെങ്കൽ മണ്ണിൽ നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാം? നമ്മൾ ഇത്രയും നേരം നമ്മളിപ്പോൾ എക്കൽ മണ്ണ് പഠിച്ചിരുന്നാലും ചുവന്ന മണ്ണ് പഠിച്ചപ്പോഴായിരുന്നാലും നമ്മുടെ കറുത്ത മണ്ണ് പഠിച്ചപ്പോൾ നമ്മളെല്ലാം മലയാളത്തിലാണ് പറഞ്ഞത് അല്ലേ. നെല്ല്, ഗോതമ്പ്, കരിമ്പ്, ധാന്യങ്ങൾ, പയറ്, എണ്ണ, കുരുച്ചോളം, അങ്ങനെ നമ്മൾ എക്കൽ മണ്ണ് പഠിച്ചു. ചെറുധാന്യങ്ങൾ, ബജ്റ, ജോവർ, റാഗി, അങ്ങനെ മലയാളത്തിലെ ബാക്കിയെല്ലാം പറഞ്ഞു. നമ്മളിവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാം. നോക്കിയോ, പഠിക്കാൻ എളുപ്പമാണേ. ടീ, കോഫി, റബ്ബർ, പെപ്പർ. കണ്ടോ? ടീ, കോഫി, റബ്ബർ, പെപ്പർ. എങ്ങനെയാ? ടീ, കോഫി, റബ്ബർ, പെപ്പർ. പറഞ്ഞോ. ടീ, കോഫി, റബ്ബർ, പെപ്പർ. ടീ, കോഫി, റബ്ബർ, പെപ്പർ. ശ്രദ്ധിച്ചോ. കോക്കനട്ട്, കാഷ്യനട്ട്, അരക്കനട്ട്. കണ്ടോ? കോക്കനട്ട്, കാഷ്യനട്ട്, അരക്കനട്ട്. അത്രേ ഉള്ളൂ. ടീ, കോഫി, റബ്ബർ, പെപ്പർ, കോക്കനട്ട്, കാഷ്യനട്ട്, അരക്കനട്ട്. ഒന്നുകൂടെ പറഞ്ഞ് 2 പ്രാവശ്യം പറഞ്ഞു നോക്ക്. ടീ, കോഫി, റബ്ബർ, പെപ്പർ, കോക്കനട്ട്, കാഷ്യനട്ട്, അരക്കനട്ട്. ഒന്നുകൂടി. ടീ, കോഫി, റബ്ബർ, പെപ്പർ, കോക്കനട്ട്, കാഷ്യനട്ട്, അരക്കനട്ട്. പഠിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം? ഈ ചെങ്കൽ മണ്ണിൽ കൃഷി ചെയ്യാം. ഓർമ്മിച്ചോണം. ടീ എന്ന് പറഞ്ഞാൽ എന്താണ്? തേയില, അറിയാമല്ലോ. കോഫി എന്ന് പറഞ്ഞാലോ കാപ്പി. റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബർ തന്നെയാണ്. നോക്കിക്കോ. പെപ്പർ എന്ന് പറഞ്ഞാലോ കുരുമുളക്. പിന്നെന്താ? കോക്കനട്ട് എന്ന് പറയുമ്പോൾ തേങ്ങ എന്ന് പറയരുത്, തെങ്ങ് കേട്ടോ, തെങ്ങ്. കാഷ്യനട്ട് എന്ന് പറയുമ്പോൾ എന്ത് പറയണം? കശുമാവ് എന്ന് പറയണം. കശുവണ്ടി എന്നല്ല പറയേണ്ടത്, കശുമാവ്. പിന്നെ അരക്കനട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കവുങ്ങ്. നമ്മൾ അടക്കേ അറിയാമല്ലോ, അത് തന്നെയാണ് സംഭവം. അരക്കനട്ട്. കിട്ടിയില്ലേ? ഇത്രയും കാര്യം കിട്ടിയില്ലേ? നോക്കിയോ. അപ്പോൾ ടീ, കോഫി, റബ്ബർ, പെപ്പർ, കോക്കനട്ട്, കാഷ്യനട്ട്, അരക്കനട്ട്. ശ്രദ്ധിച്ചു. നമ്മുടെ വീട് നിർമ്മിക്കുമല്ലോ, വീട് നിർമ്മാണത്തിനായി ചെങ്കൽ മണ്ണിനെ വെട്ടുകല്ലായി ഉപയോഗിക്കുന്നു. ആ ഒരു പോയിന്റ് ഓർമ്മിച്ചു വേണം. വീട് നിർമ്മാണത്തിനായി ചെങ്കൽ മണ്ണിനെ വെട്ടുകല്ലായി ഉപയോഗിക്കുന്നു. വെട്ടുകല്ല് മതി. അടുത്ത മണ്ണ് ഏതാണ്? വരണ്ട മണ്ണ്. ഉത്തരമഹാസമതലത്തിലെ മരുസ്ഥലി ബാഗർ പ്രദേശങ്ങളിൽ,
ഉത്തരമഹാസമതലത്തിലെ മരുസ്ഥലീഭാഗർ ഉത്തരമഹാസമതലത്തിലെ മരുസ്ഥലീഭാഗർ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ്. എങ്ങനെയാ? ഉത്തരമഹാസമതലത്തിലെ മരുസ്ഥലീഭാഗർ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ്. ഏത്? ഈ വരണ്ട മണ്ണ്. വരണ്ട മണ്ണ് ഇംഗ്ലീഷ് എന്താ പറഞ്ഞേ? വരണ്ട മണ്ണിൻ്റെ ഇംഗ്ലീഷാണ് അറിഡ് സോയിൽ. വരണ്ട മണ്ണെന്ന് പറഞ്ഞാൽ അറിഡ് സോയിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞായിരുന്നു. CAZRI ഒരു സ്ഥാപനമാണ്. സെൻട്രൽ അറിഡ് സോൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ അറിഡ് സോൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന വർഷം ഓർമ്മയുണ്ട്, 1959. ക്ലാസ് കാണാത്തവരാണോ ഇരിക്കുന്നത്? ആ ക്ലാസ് കാണാത്തവർ ക്ലാസ് കാണണം കേട്ടോ. 2 ക്ലാസ് ഉണ്ട്, കഴിഞ്ഞ 2 ക്ലാസ് കാണാത്തവർ മറക്കാതെ കണ്ടേക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇട്ടേക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് രേഖപ്പെടുത്തണം. ആ കമൻറ്റുകൾ കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടി തോന്നുന്നത്. എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, നോക്കിയോ. CAZRI സെൻട്രൽ അറിഡ് സോൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1959 59 വരുന്നു. ജോധ്പൂർ, രാജസ്ഥാൻ. അവിടെയാണ് ആസ്ഥാനം, ജോധ്പൂർ, രാജസ്ഥാൻ. ഈ ഒരു ആസ്ഥാനം, ഈ ഒരു സ്ഥാപനം എവിടെയെന്ന് ചോദിച്ചാൽ ജോധ്പൂരാണ്. ജോധ്പൂർ എന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ് കേട്ടോ. അപ്പോൾ നോക്കിയോ, ഉത്തരമഹാസമതലത്തിലെ മരുസ്ഥലീഭാഗർ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ഇത്. ഈ വരണ്ട മണ്ണെന്ന് പറയുന്നത് അറിഡ് സോയിൽ. ഈ മരുസ്ഥലീഭാഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മരുഭൂമി ഇല്ലേ, രാജസ്ഥാനിലെ ധാർ മരുഭൂമി, ആ മരുഭൂമിയൊക്കെ വരുന്ന പ്രദേശങ്ങളാണ് കേട്ടോ. ഓർമ്മിച്ചോണം, മരുസ്ഥലീഭാഗർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണ്ണ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മരുഭൂമി മണ്ണ്. മരുഭൂമി മണ്ണ് എന്നും അറിയപ്പെടുന്നു കേട്ടോ. മരുഭൂമി മണ്ണെന്നും അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് പറയട്ടെ, നിറം പറഞ്ഞു തരട്ടെ. നമ്മുടെ ചെങ്കൽ മണ്ണുണ്ടല്ലോ, ചെങ്കൽ മണ്ണ് നിറം എന്ത് തന്നെയാണ്? ചുവപ്പ് നിറം തന്നെയാണ് കേട്ടോ. അതൊന്ന് ഓർമ്മിച്ചേക്കണം. ചെങ്കൽ മണ്ണ് നിറം എന്ത് തന്നെയാണ്? ചുവപ്പ് തന്നെയാണ്. ഇവിടെ പറയുന്നു നമ്മുടെ വരണ്ട മണ്ണിൻ്റെ നിറം ചോദിച്ചാൽ ചുവപ്പ് മുതൽ തവിട്ട് വരെ. കണ്ടോ, ചുവപ്പ് മാത്രം എന്നാ പറഞ്ഞേ? അല്ല, ചുവപ്പ് മുതൽ തവിട്ട് വരെ. ചുവപ്പ് മുതൽ തവിട്ട് വരെ. നമ്മൾ ധരാതലീയ ഭൂപടം പഠിക്കുമല്ലോ. അവിടെ ഈ തവിട്ട് നിറം എന്ന് പറഞ്ഞാൽ കോണ്ടൂർ രേഖകൾ, മണൽക്കൂനകൾ, മണൽക്കുന്നുകൾ, പാറക്കൂട്ടങ്ങൾ. കണ്ടോ, ഇതിനെയൊക്കെ സൂചിപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത്, തവിട്ട് നിറം യൂസ് ചെയ്യുന്നത്. ഓർമ്മിച്ചൂടെ? കോണ്ടൂർ രേഖകൾ, മണൽക്കൂനകൾ, മണൽക്കുന്നുകൾ, പാറക്കൂട്ടങ്ങൾ, ഇതെല്ലാം എന്താണ്? തവിട്ട് നിറമാണ്. ചുവപ്പിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഉടനെ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ മാപ്പിൻ്റെ ക്ലാസ്, നമ്മുടെ ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഭൂപടങ്ങളുടെ ക്ലാസ് വേണം സാർ എന്ന് പറഞ്ഞിരുന്നാൽ ഓക്കെ, നമുക്ക് ചെയ്യാം, റെഡിയാക്കാം കേട്ടോ. കമൻറ്റുകൾ കൂടുതലുണ്ടെങ്കിലേ ചെയ്യത്തുള്ളൂ കേട്ടോ. ഒന്ന് ഓർമ്മിച്ചേക്കണം. സമയം കിട്ടുന്നതനുസരിച്ചാണ് ഓരോ ക്ലാസ്സിലും ചെയ്യുന്നത് കേട്ടോ. നോക്കിയോ, ചുവപ്പ് നിറം എന്ന് പറഞ്ഞാൽ റോഡ്, പാർപ്പിടങ്ങൾ, വീടുകൾ കേട്ടോ. റോഡ് വരുന്നുണ്ട്, പാർപ്പിടങ്ങൾ വരുന്നുണ്ട്, പാതകൾ, റോഡ് തന്നെയാണ് പാത. പിന്നെ പാലങ്ങൾ, നോർത്തിങ്സ്, ഈസ്റ്റിങ്സ്, ഇതെല്ലാം എവിടെ വരുന്നത്? ഈ റെഡിലാണ് വരുന്നത്, ചുവപ്പ് നിറം കേട്ടോ. ഭൂപടങ്ങളുടെ കാര്യം നമുക്ക് അപ്പോഴും നോക്കാം കേട്ടോ. ഓർമ്മിക്കാം. അപ്പം ഈ വരണ്ട മണ്ണ് നിറം ചോദിച്ചാൽ ചുവപ്പ് മുതൽ തവിട്ട് വരെ. ക്ലിയർ ആണ്. നോക്കിയോ, ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വരണ്ട മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്നും അടിഭാഗങ്ങളിലേക്ക് പോകും തോറും കേട്ടോ, ഉപരിതലം ഇതെന്ന് വിചാരിക്കുക, അടിഭാഗങ്ങളിലേക്ക് പോകും തോറും കാൽസ്യത്തിൻ്റെ അളവായിരിക്കും എന്ത് ചെയ്യുന്നത്? കൂടിക്കൂടി വരുന്നത്. കണ്ടോ, കാൽസ്യത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടിക്കൂടി വരും. ഉപരിതലത്തിൽ നിന്നും അടിഭാഗങ്ങളിലേക്ക് പോകും തോറും കാൽസ്യത്തിൻ്റെ അളവ് കൂടി വരുന്നതിനാൽ ഈ മണ്ണിൻ്റെ ഏറ്റവും താഴെയുള്ള മണ്ഡലത്തിൽ കങ്കാർ പാളികളായിരിക്കും. കങ്കാർ പാളികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, എക്കൽ മണ്ണ് പഠിച്ചപ്പം പറഞ്ഞതാ. കങ്കാർ പാളികൾ ഖാദറിലും ഭംഗറിലും കാണപ്പെടുന്നുണ്ട്. പക്ഷേ കങ്കാർ പാളികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഭംഗറിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണെന്ന് പറഞ്ഞു? അവിടെ ഫലപുഷ്ടി കുറവാണ് ആ മണ്ണ് നമ്മൾ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചേ, ഈ മണ്ണിൻ്റെ, നമ്മുടെ വരണ്ട മണ്ണാണിത്. ഈ വരണ്ട മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്നും അടിഭാഗങ്ങളിലേക്ക് പോകുന്തോറും കാൽസ്യത്തിൻ്റെ അളവ് കൂടി വരുന്നതിനാൽ താഴെയുള്ള മണ്ഡലത്തിൽ മൊത്തം എന്തായിരിക്കും? കങ്കാർ പാളികളായിരിക്കും. ഇതിങ്ങനെ രൂപപ്പെട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം കിട്ടുമല്ലോ, മഴ പെയ്യുമ്പോഴായാലും എങ്ങനെയായാലും ജലസേചനം വഴിയായിരുന്നാലും ഈ മണ്ണിലേക്ക് വെള്ളം വന്ന് വീഴുന്ന സമയത്ത് വെള്ളം വന്ന് വീണു എന്ന് വിചാരിക്കുക. വെള്ളം വന്ന് വീണു. ഈ വെള്ളം എന്ത് ചെയ്യുന്നു? മണ്ണിലേക്ക് താഴോട്ട് വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യൂല? ഈ വെള്ളം എന്ത് ചെയ്യത്തില്ല? ഇത് അരിച്ച് ഈ ഒരു കങ്കാർ പാളി താണ്ടി താഴേക്ക് പോകുന്നില്ല. ജലത്തിൻ്റെ അരിച്ചിറങ്ങൽ ആര് തടയും? കങ്കാർ പാളികൾ തടയും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ജലം താഴോട്ട് ഇറങ്ങണ്ടേ? താഴോട്ട് ഇറങ്ങിയാലല്ലേ ആ മണ്ണിൽ സ്റ്റോറായി നിൽക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നല്ല ചൂട് വരുന്ന സമയത്ത് ഇത് നീരാവിയായിട്ട് അങ്ങ് പോവുകയും ചെയ്യും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്, മരുഭൂമിയിൽ നടക്കുന്ന കാര്യം. മരുഭൂമിയിൽ നമ്മളിപ്പം ജലസേചനത്തിന് വെള്ളം കൊടുത്തു കഴിഞ്ഞാലും ആ വെള്ളം എന്ത് ചെയ്യത്തില്ല? അരിച്ചിറങ്ങത്തില്ല. അതിൻ്റെ പുറത്ത് തന്നെ കിടക്കും. ആര് തടഞ്ഞു നിർത്തും? ഈ കങ്കാർ പാളികൾ ജലത്തിൻ്റെ അരിച്ചിറങ്ങൽ തടയുകയും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? അവിടെ കൂടുതൽ ജലം അടിയിലോട്ട് ഇറങ്ങത്തുമില്ല, വെള്ളമെല്ലാം നീരാവിയിട്ട് പോവുകയും ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് അത്രയ്ക്ക് കൃഷിക്ക് അനുയോജ്യമല്ലെങ്കിലും നന്നായിട്ട് ജലസേചനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക, ഈ മണ്ണിൽ എന്തിൻ്റെ അളവ് കുറവായിരിക്കും? ജലാംശം കുറവായിരിക്കും. ജലാംശം
ജലാംശം കുറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നു. അരിച്ചിറങ്ങത്തില്ല, അതുകൊണ്ട് നീരാവിയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ജലാംശം കുറവായിരിക്കും. കൃഷി ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും കൃഷി ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ചെറുധാന്യങ്ങളായ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ബജ്റ, ജോവർ, റാഗി, പിന്നെ അതുപോലെ ചോളമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ രീതിയിൽ ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ബജ്റ, ജോവർ, റാഗി, ചോളമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. മതി. നമ്മളിപ്പോൾ ഏതിൻ്റെ കാര്യം പറഞ്ഞേ? വരണ്ട മണ്ണിൻ്റെ കാര്യമാണ് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. ഉത്തരമഹാസമതലത്തിലെ മരുസ്ഥലീഭാഗ്ര പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് മരുഭൂമി മണ്ണെന്നും അറിയപ്പെടുന്നു. നിറം എന്തായിരുന്നു? ഓർത്ത് പറയുക. ചുവപ്പ് മുതൽ തവിട്ട് വരെ. പിന്നെ പറഞ്ഞു, ഈ മണ്ണിൻ്റെ ഉപരിതലത്തിന് അടിഭാഗങ്ങളിലേക്ക് പോകും തോറും കാൽസ്യത്തിൻ്റെ അളവ് കൂടി വരുന്നതിനാൽ താഴെയുള്ള മണ്ഡലത്തിൽ മൊത്തം കങ്കാർ പാളികളായിരിക്കും. ഇത് എന്ത് ചെയ്യും? ജലത്തിൻ്റെ അരിച്ചിറങ്ങൽ തടയും. അപ്പോൾ ജലാംശം കുറഞ്ഞ മണ്ണെന്ന് പറഞ്ഞുകൂടെ? ഉറപ്പായിട്ടും പറയാം. പക്ഷേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറയാം. നല്ല പ്രോപ്പറായിട്ടുള്ള എന്ത് കൊടുക്കണം? ജലസേചനം കൊടുക്കണം. എന്തൊക്കെ കൃഷി ചെയ്തു നമ്മൾ നോക്കിയോ? ബജ്റ, ജോവർ, റാഗി, ചോളം, ഇതൊക്കെ നമുക്കവിടെ കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ക്ലിയർ അല്ലോ? അടുത്ത് പഠിക്കേണ്ട മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണ്. ശ്രദ്ധിച്ചോ, ഉയർന്ന മഴയും ഈർപ്പവുമുള്ള പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണ്. എങ്ങനെയാ? ഉയർന്ന മഴയും ഈർപ്പവുമുള്ള പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണാണ് ഏത്? പീറ്റ് മണ്ണ്. ശ്രദ്ധിച്ചോ, ഉയർന്ന മഴയും ഈർപ്പവുമുള്ള പ്രദേശങ്ങളിൽ. ശ്രദ്ധിച്ചേ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ്. എങ്ങനെയാ? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ്. അവിടെ മാത്രമാണോ കാണപ്പെടുന്നത്? അല്ല, അവിടെ കൂടുതൽ കാണപ്പെടുന്നേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് SCERT ഉള്ളതാണ്, +1 ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അതുകൊണ്ട് അതുപോലെ അങ്ങ് പറയുന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ്. ശ്രദ്ധിച്ചേ, മറ്റൊരു പോയിന്റ് SCERT പോയിന്റാണ്. 40 മുതൽ 50% വരെ 40 മുതൽ 50% വരെ ജൈവ പദാർത്ഥങ്ങൾ ഈ മണ്ണിൽ കാണപ്പെടുന്നു. 40 മുതൽ 50% വരെ ജൈവ പദാർത്ഥങ്ങൾ ഈ മണ്ണിൽ കാണപ്പെടുന്നു. 3 പോയിന്റ് പറഞ്ഞു. ഉയർന്ന മഴയും ഈർപ്പവുമുള്ള പ്രദേശങ്ങൾ രൂപം കൊള്ളുന്ന മണ്ണ്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെ ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ്, 40 മുതൽ 50% വരെ ജൈവ പദാർത്ഥങ്ങൾ ഈ മണ്ണിൽ കാണപ്പെടുന്നു. ശ്രദ്ധിച്ചോ, ഈ മണ്ണിന്റെ പ്രത്യേകത കനം, ഈ മണ്ണിന്റെ തിക്നെസ് കൂടുതലായിരിക്കും. അതുപോലെ കനം കൂടിയതും കറുത്ത നിറത്തിലുള്ളതുമാണ് പീറ്റുമണ്ണ്. കേട്ടോ, കനം കൂടിയതായിരിക്കും, കറുത്ത നിറവുമായിരിക്കും. ഓർമ്മിച്ചൂടെ? കനം കൂടിയതും കറുത്ത നിറത്തിലുള്ളതുമാണ് പീറ്റുമണ്ണ്. അടുത്ത പോയിന്റ്, കണ്ടൽ കാടുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. കണ്ടൽ കാടുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഇത്? പീറ്റുമണ്ണ്. ഓർത്തു വെക്കുക, കണ്ടൽ കാടുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് പീറ്റുമണ്ണ്. ക്ലിയർ ആണ്? ശ്രദ്ധിച്ചോ. ഈ ലോക കണ്ടൽ ദിനം എന്നാണ്? ലോക കണ്ടൽ ദിനം ജൂലൈ 26 ഓർത്തു വെക്കുക. നിങ്ങൾക്കറിയാലോ, കാർഗിൽ വിജയ് ദിവസ്, കാർഗിൽ യുദ്ധം ജയിച്ചത്. ഓക്കെ, കാർഗിൽ വിജയ് ദിവസം ജൂലൈ 26, കണ്ടൽ ദിനവും ജൂലൈ 26. നമ്മളിപ്പോൾ കണ്ടൽ എന്ന് എഴുതുമ്പോൾ തന്നെയാണ് കാർഗിൽ എന്ന് എഴുതുന്നത്. കാർഗിൽ, കണ്ടോ, കണ്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നതും കായിലാണ്, കാർഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും കായിലാണ്, അവസാനിക്കുന്നത് 2 ഇല്ലിലാണ്. കണ്ടോ? അപ്പോൾ അങ്ങനെ ഓർമ്മിക്കാം. കണ്ടൽ കാർഗിൽ. കണ്ടോ, കണ്ടൽ ദിനവും കാർഗിൽ വിജയ് ദിവസം ജൂലൈ 26. അടുത്ത പോയിന്റ്, നമ്മുടെ ഈ കണ്ടൽ ചെടികളുണ്ടല്ലോ, ചെടികളുടെ വേര് എന്താ ചെയ്യുന്നത്? വെള്ളത്തിന് പുറത്ത് വന്ന് പൊങ്ങിയാണ് നിൽക്കുന്നത്. കേട്ടോ, കണ്ടൽ ചെടികളുടെ വേരുകൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഈ ചെടി ചതുപ്പ് നിലങ്ങളിലാണോ നിൽക്കുന്നത്? ചതുപ്പ് നിലങ്ങളിലാണല്ലോ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ആ വെള്ളത്തിന് പുറത്ത് എന്ത് ചെയ്യും? ആ വേര് വന്ന് പൊങ്ങി നിൽക്കും. അതിൻ്റെ തുമ്പിൽ കുറച്ച് സുഷിരങ്ങളുണ്ട്, പോറുകളുണ്ട്. അതിലൂടെ എന്ത് ചെയ്യുന്നത്? ഈ കണ്ടൽ ചെടികൾ ശ്വസിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, കണ്ടൽ ചെടികളുടെ ശ്വസന വേരുകൾ അറിയപ്പെടുന്ന പേര്. പ്രീവിയസ് ആണ് കേട്ടോ. കണ്ടൽ ചെടികളുടെ ശ്വസന വേരുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? കണ്ടൽ ചെടികളുടെ ശ്വസന വേരുകൾ അറിയപ്പെടുന്ന പേരാണ് ന്യൂമാറ്റോഫോർ. കണ്ടൽ ചെടികളുടെ ശ്വസന വേരുകൾ അറിയപ്പെടുന്ന പേര് ന്യൂമാറ്റോഫോർ. കിട്ടിയല്ലോ. അപ്പോൾ കണ്ടൽ കാടുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പീറ്റുമണ്ണ്. ലോക കണ്ടൽ ദിനം ജൂലൈ 26, കാർഗിൽ വിജയ് ദിവസ് ജൂലൈ 26. കണ്ടൽ ചെടികളുടെ ശ്വസന വേരുകൾ അറിയപ്പെടുന്ന പേരാണ് ന്യൂമാറ്റോഫോർ. കണ്ടൽ കാടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ വനവുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കണ്ടൽ കാടുകളുടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ലൈവ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു വനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. കേട്ടോ, ശ്രദ്ധിക്കാം. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ, ആലപ്പുഴയിലും കോട്ടയത്തും പീറ്റുമണ്ണ് അറിയപ്പെടുന്ന പേരെന്താണ്? ആലപ്പുഴയിലും കോട്ടയത്തും പീറ്റുമണ്ണ് അറിയപ്പെടുന്ന പേരാണ് കാരിമണ്ണ്. കേട്ടോ, ഓർമ്മിക്കുക. ആലപ്പുഴയിലും കോട്ടയത്തും പീറ്റുമണ്ണ് അറിയപ്പെടുന്ന പേര് കാരിമണ്ണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മതി, ഇത്രയും കാര്യം മതി ഏതുമായിട്ട് ബന്ധപ്പെട്ട്? പീറ്റുമണ്ണ്. ഓക്കെ, പീറ്റുമണ്ണിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു 8 പോയിന്റ് നമ്മൾ പറഞ്ഞോളൂ, മതി. അടുത്ത മണ്ണ് ഏതാണ്? നമ്മൾ പറഞ്ഞു വരണ്ട മണ്ണ്, പീറ്റുമണ്ണ്, പർവ്വത മണ്ണ്. ഏത് മണ്ണാണ്? പർവ്വത മണ്ണ്. ഈ പർവ്വത മണ്ണ് തന്നെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മൗണ്ടെയിൻ സോയിൽ. നമ്മൾ പറഞ്ഞല്ലോ മൗണ്ടെയിൻ സോയിൽ. മലയാളമാണ് പർവ്വത മണ്ണ്, ഇംഗ്ലീഷ് ചോദിച്ചാൽ മൗണ്ടെയിൻ സോയിൽ എന്നാണ്. ഈ മണ്ണിൻ്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്ത് പറയാം? മറ്റൊരു പേര് ചോദിച്ചാൽ വനമണ്ണ്, ഫോറസ്റ്റ് സോയിൽ. വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ. ശ്രദ്ധിച്ചോ,
ഈ പർവ്വത മണ്ണ് എങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് രൂപം കൊള്ളുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണ്. അങ്ങനെ മാത്രം പറയുക. കണ്ടോ, ഉയർന്ന മഴ മാത്രം കേട്ടോ. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണ്, ഉയർന്ന മഴ. ശ്രദ്ധിച്ചേ, ഒരു 3 പോയിന്റ് ശ്രദ്ധ തന്നെ. ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്നത് ഉയർന്ന മഴയും ഇടവിട്ട് ഉഷ്ണമുള്ള പ്രദേശങ്ങളിൽ, ഇടവിട്ട് ചൂടും കൂടെ വേണമെന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു പീറ്റുമണ്ണാണെങ്കിലോ ഉയർന്ന മഴയും ഈർപ്പമുള്ള സ്ഥലങ്ങളിലെ പീറ്റുമണ്ണുണ്ടാവും. എന്നാൽ ഉയർന്ന മഴ മാത്രം കിട്ടിയാലോ പർവ്വത മണ്ണുണ്ടാവും. ഒരു പോയിന്റ് കൂടെ പറയട്ടെ, മതി, കഴിഞ്ഞു. ഏറ്റവും ജൈവസമ്പുഷ്ടമായ മണ്ണിനം ചോദിച്ചാൽ എന്ത് പറയണം? അത് ഈ പർവ്വത മണ്ണാണ്. കഴിഞ്ഞു. പർവ്വത മണ്ണ് 3 പോയിന്റ് ഓർമ്മിക്കാം. പർവ്വത മണ്ണ് തന്നെയാണ് മൗണ്ടെയിൻ സോയിൽ. അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണാണ് ഇത് പർവ്വത മണ്ണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും ജൈവസമ്പുഷ്ടമായ മണ്ണിനമാണ് പർവ്വത മണ്ണ്. ക്ലിയർ അല്ലേ? ഏറ്റവും അവസാനത്തെ മണ്ണ് ചോദിച്ചാൽ ഏറ്റവും അവസാനത്തെ മണ്ണാണ് ഇത് ലവണമണ്ണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? സലൈൻ സോയിൽ എന്നാണ്. സലൈൻ സോയിൽ അതാണ് ലവണമണ്ണ് അറിയപ്പെടുന്നത്. സലൈൻ സോയിൽ. ശ്രദ്ധിച്ചേ നമ്മൾ ആദ്യത്തെ ക്ലാസ് ഈ ആദ്യത്തെ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടേക്കണം കേട്ടോ. അത് കാണണം. ആവശ്യമുള്ള കാര്യം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. കണ്ടേക്കണം, മറക്കാതെ കണ്ടേക്കണം. ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് കൂട്ടേക്കണം, കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ശരി, നോക്കിക്കോ. നമ്മൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് പുരാതന കാലത്ത് മണ്ണിനെ 2 പ്രധാന വിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു. ഒന്ന് ഊഷര, മറ്റൊന്ന് ഉർവര. ഉർവര. ഓക്കെ, നമ്മൾ പറഞ്ഞതാ ഉർവര ഊഷര. ഊഷര. അതിൽ ഉർവര എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഉർവര. വളക്കൂർ ഇല്ലാത്ത മണ്ണാണ് ഊഷര. ശ്രദ്ധിച്ചോളൂ. ഈ ലവണ മണ്ണിൻ്റെ മറ്റൊരു പേരാണ് ഊഷര. ഊഷര എന്നറിയപ്പെടുന്ന മണ്ണ് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ലവണ മണ്ണെന്ന് പറയണം. ഊഷര എന്നറിയപ്പെടുന്ന മണ്ണ് ലവണ മണ്ണ്. അപ്പോൾ ഊഷര എന്നറിയപ്പെട്ട് കഴിഞ്ഞാൽ ആ മണ്ണിന് വളക്കൂറ് കാണുമോ? ഇല്ല. വളക്കൂറില്ലാത്ത മണ്ണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഊഷര എന്ന് പറഞ്ഞാൽ വളക്കൂറില്ലാത്ത മണ്ണാണെന്നും. അപ്പോൾ ലവണ മണ്ണിൻ്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ മറ്റൊരു വിശേഷണമാണെന്ത്? ഊഷര എന്നറിയപ്പെടുന്നു. വളക്കൂറില്ലാത്ത മണ്ണ്. എന്നാൽ വളക്കൂറില്ലെന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുമുള്ള കൃഷിക്ക് അനുയോജ്യമല്ലാത്ത മണ്ണാണ് ഇത് ലവണ മണ്ണ്. യാതൊരു തരത്തിലുമുള്ള കൃഷിക്ക് അനുയോജ്യമല്ല. അതുകൊണ്ടാണ് വളക്കൂറില്ലാത്ത മണ്ണെന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഏറ്റവും അവസാന പോയിന്റ് പറയട്ടെ. ലവണ മണ്ണിൻ്റെ ലവണത്വം കുറയ്ക്കാൻ ചേർക്കുന്ന രാസവസ്തു. ലവണ മണ്ണിൻ്റെ ലവണത്വം കുറയ്ക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ആ രാസവസ്തുവാണ് ജിപ്സം. കണ്ടോ, ജിപ്സം. ലവണ മണ്ണിൻ്റെ ലവണത്വം കുറയ്ക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് ജിപ്സം എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു വച്ചേക്കണം. ഈ ജിപ്സത്തിൻ്റെ കെമിക്കൽ ഫോർമുല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. CaSO4 2H2O. കണ്ടോ, CaSO4 2H2O പഠിച്ചേക്കണം കേട്ടോ. ജിപ്സം CaSO4 2H2O ഓർമ്മിച്ചേക്കണം. നമ്മളെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടല്ലോ, നമ്മുടെ പൊട്ടൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ കയ്യിലും കാലിലൊക്കെ ഇടുന്ന അദ്ദേഹം ഇടുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് കേട്ടിട്ടില്ലേ? ആ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? ഏകദേശം ഇതുപോലെ തന്നെയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഏകദേശം ഇതേപോലെ തന്നെയാണ്, ചെറിയൊരു മാറ്റമുണ്ട്. CaSO4 ½ എന്നാണ് കേട്ടോ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചോദിച്ചാൽ CaSO4 ½ അപ്പോൾ ഇത് രണ്ടും എങ്ങനെ തിരിഞ്ഞു പോകാതെ ഓർത്തിരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ ഇടുന്നത് എപ്പോഴാണ്? നമ്മുടെ എല്ല് പൊട്ടുമ്പോഴല്ലേ? എല്ല് 2 ആകുമ്പോഴാണ് അല്ലേ? പകുതിയാകുമ്പോഴാണ്. എല്ല് പൊട്ടി പകുതിയാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇടുന്നത്. അപ്പോൾ പകുതി വന്നു കഴിഞ്ഞാൽ, ½ H2O വന്നു കഴിഞ്ഞാൽ അതെന്തിൻ്റെയാണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. 2 മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തിൻ്റെയാണ്? ജിപ്സത്തിൻ്റെയാണ്. ഓർമ്മിച്ചിരിക്കണം. അപ്പോൾ ലവണ മണ്ണിന് ലവണത്വം കുറയ്ക്കാൻ ചേർക്കുന്ന രാസവസ്തു ജിപ്സം. കെമിക്കൽ ഫോർമുല ചോദിച്ചാൽ CaSO4 2H2O. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിൽ എന്ത് പറയണം? CaSO4 ½ H2O. കഴിഞ്ഞു. ഇന്ത്യയിലെ മണ്ണിനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് മറ്റേ 2 ക്ലാസ്സിൽ കാണാത്തവർ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും കണ്ടേക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മറക്കാതെ കമൻറ്റ് ഇട്ടേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി എന്ത് ചെയ്യുക? ക്ലാസ് ഷെയർ ചെയ്യുക. മറക്കാതെ ലൈക്ക് ഇട്ടേക്കണം. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണും വരേക്കും നന്ദി.